കോഴിക്കോട് താമരശ്ശേരി ചുരത്തിൽ മണ്ണിടിച്ചിൽ 9-ാം വളവിന് മുകളിലാണ് നേരിയ മണ്ണിടിച്ചിലുണ്ടായത്. റോഡിലേക്ക് മരം കടപുഴകി വീണു. ആകാശാണ് വിവരങ്ങളുമായി ചേരുന്നത്. ആകാശ്, കോഴിക്കോടും രാവിലെ മുതൽ അതിശക്തമായിട്ടുള്ള മഴയാണ്. വലിയ തരത്തിൽ മഴക്കെടുതികളുമുണ്ട്. ഇപ്പോഴും മഴ തുടരുകയാണോ? ഇപ്പോഴുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? സതി, തീർച്ചയായും ഇപ്പോഴും മഴ തുടരുന്ന ഒരു സാഹചര്യമാണ് കോഴിക്കോട് ജില്ലയിലുള്ളത്. അത് മലയോര മേഖലകളാണ് കൂടുതലായിട്ട് മഴ ശക്തി പ്രാപിക്കുന്നത്. ഇപ്പോൾ താമരശ്ശേരി ചുരത്തിലെ 9-ാം വളവിന് മുകളിലായി നേരിയൊരു മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. ഈ മണ്ണിടിച്ചിലുണ്ടായത് മണ്ണ് ഉൾപ്പെടെ ഈ റോഡിലേക്ക് വന്ന് പതിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. കൂടാതെ മരം കടപുഴകി ഈ റോഡിലേക്ക് വന്ന് പതിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇതിൽ ഗ്രീൻ വോളണ്ടിയേഴ്സും ചുരം സംരക്ഷണ സമിതിയിലെ ആളുകളും ചേർന്ന് മരം മുറിച്ചു മാറ്റി ഈ ഗതാഗത തടസ്സം നിയന്ത്രിക്കുന്നുണ്ട്. കൂടാതെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ സ്ഥലത്ത് കുറച്ചുകൂടി ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഈ ചുരവുമായി ബന്ധപ്പെട്ട് അതിശക്തമായ മഴ പെയ്യുമ്പോൾ ഈ മണ്ണുൾപ്പെടെ ഒലിച്ച് താഴത്തേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനാൽ തന്നെ വലിയൊരു അപകട ഭീഷണിയുണ്ട്. അതിനാൽ തന്നെ ഇവിടേക്കുള്ള വാഹനങ്ങൾ മറ്റു വഴികളിലൂടെ അല്ലെങ്കിൽ ഈ വയനാട് ഭാഗങ്ങളിലേക്ക് പോകേണ്ട വാഹനങ്ങൾ നിയന്ത്രിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഈങ്ങാപ്പുഴയിൽ ഉൾപ്പെടെ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. ഈങ്ങാപ്പുഴയിലും കൂടാതെ തന്നെ ഈ ചുരത്തിന്റെ ഭാഗത്ത് ഈ മണ്ണിടിച്ചിലുണ്ടായ സമയത്ത് തന്നെ നിരവധി വാഹനങ്ങൾ മുകളിലായി കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഏറെ അരമണിക്കൂറോളം ഈ വാഹനം കുടുങ്ങിക്കിടങ്ങും. അതിനുശേഷമാണ് ഈ മരം അവിടെ നിന്ന് പൂർണ്ണമായി മുറിച്ചു മാറ്റി വശത്തേക്ക് മാറ്റിയിട്ടത്. അതിനുശേഷമാണ് വാഹനങ്ങൾ കടത്തിവിടുകയും ചെയ്തത്. ഏതായാലും നിലവിലെ ഒരു സാഹചര്യ പ്രകാരമാണെങ്കിൽ മഴ ഇനിയും ശക്തി പ്രാപിച്ചാൽ ഈ താമരശ്ശേരിയിലെ ഈ ചുരവുമായി ബന്ധപ്പെട്ട് ഇവിടെ പണി നടക്കുന്ന ഒരു ഭാഗമുണ്ട്. ആ ഭാഗത്തുൾപ്പെടെ മണ്ണ് നേരിയ രീതിയിൽ മാറ്റിയ ഒരു സാഹചര്യമുണ്ട്. അതിനാൽ അവിടെ ഉൾപ്പെടെ ഇത്തരം മഴ ശക്തി പ്രാപിക്കുകയും ഈ ഒലിച്ചിറങ്ങുന്ന മണ്ണ് വലിയ രീതിയിൽ തന്നെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ വലിയൊരു അപകട സാധ്യതയുള്ളതിനാൽ തന്നെ ആളുകളെല്ലാം ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടാതെ തന്നെ ഈ അരമണിക്കൂർ മുൻപേ ആയിരുന്നു ഈ സംഭവം ഉണ്ടായിരുന്നത്. അപ്പോൾ തന്നെ കാര്യങ്ങൾ ചുരം സംരക്ഷണ സമിതി ആളുകളെ അറിയിക്കുകയും അവിടെ നിന്ന് അവരെത്തി ഈ മരം അവിടെ നിന്ന് പൂർണ്ണമായി മുറിച്ചു മാറ്റുകയും ചെയ്തിട്ടുണ്ട്. നേരിയ രീതിയിലാണ് മണ്ണിടിഞ്ഞിരിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. ഈ പാറക്കെട്ടുള്ള ഭാഗത്ത് മുകളിലുണ്ടായിരുന്ന മണ്ണാണ് ചെറിയ രീതിയിൽ ഈ റോഡിലേക്ക് വന്ന് പതിച്ചത്. അത് 9-ാം വളവിൻ്റെ മുകളിലായിട്ടാണ് ഈ സംഭവം ഉണ്ടായത്. അവിടെ നിന്നാണ് മണ്ണ് നേരിയ രീതിയിൽ ഈ റോഡിലേക്ക് വന്ന് പതിക്കുകയുണ്ടായത്. എന്നാൽ പോലും അവിടെ ഈ മരം കടപുഴകി വീണു. ഒരു മരം പൂർണ്ണമായി തന്നെ കടപുഴകി വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതിന് സമീപമായിട്ടുള്ള മണ്ണ് ഇടിയാനുള്ള ഒരു സാധ്യത കൂടെ കണക്കിലെടുക്കുന്നുണ്ട്. അതിനാൽ തന്നെ ഇവിടെയുള്ള ചുരം സംരക്ഷണ സമിതി അംഗങ്ങൾ ഈ കാര്യത്തിൽ കൃത്യമായൊരു വിലയിരുത്തൽ നടത്തുന്നുണ്ട്. ഈ ഇടിഞ്ഞ ഭാഗത്തോട് ചേർന്നുള്ള ഭാഗങ്ങളിലെ മരങ്ങളും മണ്ണും ഇടിയാനുള്ള ഒരു സാധ്യത കൂടി മുൻകൂട്ടി കാണുന്നു. ഏതായാലും നിലവിൽ സാഹചര്യം പേടിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം ചുരവുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഏകീകരണം, കൃത്യമായി ഈ വളണ്ടിയേഴ്സ് ഉൾപ്പെടെ അവിടെ ഉണ്ട്. അതിനാൽ തന്നെ കൃത്യമായ ഒരു ഏകീകരണം നടക്കുന്നുണ്ട്. ഇനി ആകാശ്, എന്തായാലും അവിടെയും കോഴിക്കോടും മലയോര മേഖലയിൽ മഴ പെയ്യുന്നുണ്ട്. മഴ ശക്തമാണ്. നിലവിൽ വലിയ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. കൃത്യമായിട്ടുള്ള ഏകീകരണം ഉണ്ടാകുന്നുണ്ട്. ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്തു നിന്നാണ് അവിടെ നിന്നും ലഭ്യമാകുന്ന വിവരം.